ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു പഴയ എമർജൻസിയാണ്. ഇപ്പോൾ ഇതിൽ CFL ട്യൂബാണ്. ചിലപ്പോൾ 2 ട്യൂബുള്ള എമർജൻസി ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. ഇങ്ങനെയുള്ള പഴയ എമർജൻസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് പുതിയ LED എമർജൻസി ആക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അതിനായിട്ട് നമുക്ക് ആദ്യം ഇപ്പോൾ ഈ എമർജൻസിയിലുള്ള കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻ്റാണ്, അതുപോലെ ബോർഡ് കംപ്ലൈൻ്റാണ്. ഇപ്പോൾ ഈ ബോർഡൊന്നും വാങ്ങാൻ ലഭിക്കുകയില്ല, ഈ ട്യൂബ് പോലും ഇപ്പോൾ വാങ്ങാൻ ലഭിക്കുകയില്ല. നമ്മളപ്പോൾ ഇതൊരു LED എമർജൻസി ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ സാധനങ്ങൾ മൊത്തം റിമൂവ് ചെയ്യാം. അതായത് ബാറ്ററി, ട്രാൻസ്ഫോമർ, ബോർഡ്, ഈ ട്യൂബ്, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം ആദ്യം. ഇപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ബാറ്ററി വാങ്ങിയിട്ടുണ്ട്, 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വാങ്ങിയിട്ടുണ്ട്. 6 വോൾട്ടിൻ്റെ ഒരു LED ഡ്രൈവർ ബോർഡ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പാനലും മേടിച്ചിട്ടുണ്ട്, LED പാനൽ. ഇത് മൂന്നും കൂടി ഏകദേശം 480 രൂപയാണ് വില. ബാറ്ററിക്ക് 300 രൂപ വില, അതിന് ബാക്കി 180 രൂപയുള്ളൂ ഈ LED പാനലിനും ഈ ഡ്രൈവർ ബോർഡിനും കൂടി. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങാമെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ഒരു സാധാ എമർജൻസി LED എമർജൻസി ആക്കാൻ സാധിക്കും. ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കാനുള്ള രീതികളെല്ലാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വിച്ച്, അതുപോലെ തന്നെ ബാറ്ററി കൊടുക്കേണ്ട കണക്ഷന്, കറണ്ട് കൊടുക്കേണ്ട AC ഡയറക്റ്റ് ഇതേ കൊടുക്കാം, 230 വോൾട്ട് അത് കൊടുക്കാം. പിന്നെ LED ബൾബിൻ്റെ കണക്ഷൻ, ഇത്രയും സാധനങ്ങൾ ഇതിൽ നമ്മൾ ഈ സർക്യൂട്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നോക്കി നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഇതിനകത്തുള്ള ബാറ്ററിയും ട്രാൻസ്ഫോമറും ട്യൂബും എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് LED ബൾബിൻ്റെ വയറാണ്, അതുപോലെ ഇത് സ്വിച്ചിൻ്റെ വയറാണ്. ഈ വയറൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന എമർജൻസിയിലാണെങ്കിൽ വയർ ഇതുപോലെ കട്ട് ചെയ്താൽ മതി. പിന്നീട് ഇത് AC കറണ്ടിൻ്റെ വയറാണ്, നമ്മൾ കറണ്ട് കൊടുക്കുന്ന AC കറണ്ടിൻ്റെ വയറാണ് ഇത്. ചില എമർജൻസിയിലാണെങ്കിൽ ഈ ബോർഡിനുള്ളിൽ തന്നെ ആയിരിക്കും സ്വിച്ച് വരുന്നത്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ കണക്ഷൻ, ഇപ്പോൾ ഇത് സ്വിച്ചാണെന്ന് വിചാരിക്കാതെ ഈ കണക്ഷൻ, ഇങ്ങോട്ട് വരുന്ന ഈ കണക്ഷനെ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് കണക്ഷൻ കൊടുക്കുക. സ്വിച്ചിൻ്റെ ഓൺ ഓഫ് കണക്ഷൻ എല്ലാം കൊടുക്കുക. നമ്മൾ ഈ സ്വിച്ച് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. അത് നമ്മൾ കാണിച്ചു തരാം. അതുപോലെ LED ബൾബും ചില എമർജൻസിയിൽ ഈ ബോർഡിൽ തന്നെ കാണും. അതുപോലെ ഇപ്പോൾ ഈ 2 കാല LED ബൾബിൻ്റെ ആണെങ്കിൽ ഇതിൽ വരുന്ന കണക്ഷൻസ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സർക്യൂട്ടുമായിട്ട് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള എമർജൻസി ആണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇതിൻ്റെ LED പാനൽ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ റിഫ്ലക്ടറിൽ നമ്മൾ LED പാനൽ സെറ്റ് ചെയ്യുന്നു. കറക്റ്റ് വെച്ച ശേഷം 3 ഹോൾ ഇടുന്നു. ഒരു ഹോൾ ഇവിടെ, ഒരു ഹോൾ ഇവിടെ, ഒരു ഹോൾ ഈ വയറ് കയറ്റി വിടാൻ വേണ്ടി നമ്മൾ ഒരു ഹോൾ ഇവിടെ ഇടുന്നുണ്ട്. ചെറിയ ഹോൾ ഇട്ടാൽ മതി. സ്ക്രൂ അങ്ങോട്ട് പിരിച്ച് കയറ്റാൻ വേണ്ടി പരുവത്തിലിട്ടാൽ. ഈ ഹോൾ മാത്രം, വയറ് കയറ്റിടാനുള്ള ഹോൾ മാത്രം വലുതായിട്ടിടാം. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുക. ഇപ്പോൾ നമ്മൾ LED പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ വയറ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട്. ഈ വയറിൽ ഡയറക്റ്റ് നമ്മൾ 6 വോൾട്ട് കൊടുത്താൽ തന്നെ, ബാറ്ററി ഡയറക്റ്റ് കൊടുത്താൽ തന്നെ ഈ LED പാനൽ കത്തും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബൾബ് LED പാനൽ വർക്ക് ചെയ്യുന്നോ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് LED പാനൽ കത്തുന്നോ എന്ന് നോക്കാം. ഓക്കെ, LED പാനൽ വർക്കാണ്.
ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് തല തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തത്തില്ല. അതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ്, ചുമന്ന വയർ പോസിറ്റീവ്, ബ്ലാക്ക് നെഗറ്റീവ്. അതുപോലെ തന്നെ ബോർഡിലും LED പാനലും എഴുതിയിട്ടുണ്ട്, അത് നോക്കി കൊടുത്താൽ മതി. നമുക്കിനി LED ഈ ബോർഡിലെ കണക്ഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ സർക്യൂട്ട്. ഈ സർക്യൂട്ട് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 230 വോൾട്ട് AC പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് വയർ, ഈ ചുവന്ന രണ്ട് വയർ 230 വോൾട്ട് AC ആണ്. അതുപോലെ ചാർജിങ് LED, ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ LED ആണ് ഈ വയർ. അത് ഇവിടെ ഈ കണക്ഷൻ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവാണ് ഈ ബ്ലാക്ക് വയർ. അതുപോലെ തന്നെ ഇത് LED മൈനസ് പോയിൻ്റാണ്, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പോസിറ്റീവ് LED നമ്മുടെ പാനലിൽ കൊടുക്കാനുള്ള രണ്ട് കണക്ഷനാണ് ഇത്. അതുപോലെ തന്നെ അടുത്ത കണക്ഷൻ സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ടാണ് വരുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ വരുന്നത്. അതുപോലെ പിന്നീട് ബാറ്ററിയുടെ പോസിറ്റീവ്. ഇങ്ങനെ നമ്മൾ ഇത് വെച്ച് നോക്കിയിട്ട്, ഈ പടം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതിന് നേരെയുള്ള കണക്ഷൻസ് നോക്കി ഞാൻ കൊടുത്താൽ മതി. ഇത് സ്വിച്ച് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സർക്യൂട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ ഇപ്പോൾ സാധിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, ഈ രീതിയിൽ വെച്ച് നോക്കിയ ശേഷം നമ്മൾ ഓരോ കണക്ഷൻ നോക്കുക. എഴുതിയിട്ടുണ്ട് ഇവിടെ 230 വോൾട്ട് AC, ചാർജിങ് ഓൺ LED, അതുപോലെ ബാറ്ററി നെഗറ്റീവ്, LED നെഗറ്റീവ് മൈനസ്. LED എന്ന് പറയുമ്പോൾ ഫ്രണ്ട് പാനലിൽ നമ്മൾ ഫിറ്റ് ചെയ്ത LED പാനലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സ്വിച്ച്. ഇത്രയും കണക്ഷൻസാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ LED പാനലിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കണക്ഷൻ കൊടുത്തു. നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് സോൾഡറിങ് ചെയ്ത് ഇൻസുലേഷൻ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സേഫ് ടൈം. വയറിന് നീളക്കുറവായതുകൊണ്ടാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ഇൻസുലേഷൻ അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കണക്ഷൻ കൊടുക്കാനുള്ളത്, നമുക്ക് AC കറണ്ടിൻ്റെ കണക്ഷൻ കൊടുക്കാം. AC കറണ്ട്, ഈ രണ്ട് കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഡയറക്റ്റ് AC ആണ്, 230 വോൾട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ്. ഈ ബോർഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പഴയ വയർ നമ്മൾ അങ്ങ് എടുത്ത് കളയുകയാണ്. നമുക്ക് AC കോഡ് വയർ തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്യണം. ആ ലെഡൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഓക്കെ, ലെഡൊക്കെ പോയിട്ടുണ്ട്. AC കോഡ് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി കാണിച്ചാൽ സമയം ഒത്തിരി ലെന്തിയാവും. അതുകൊണ്ടാണ് അല്പം ഫ്ലെക്സ് ഇടുക. AC കോഡ് വേറെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എമർജൻസിയുടെ കൂടെ കിട്ടുന്ന കോഡ് വയറാണ്. അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മളെടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ AC കോഡ് വയർ കൊടുത്തു, LED ബൾബ് കൊടുത്തു. അടുത്ത ഇനി നമുക്ക് ബാറ്ററി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് വയർ കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസിറ്റീവ് വയറാണ് കൊടുക്കാനുള്ളത്. ഉണ്ടല്ലേ, പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ എമർജൻസി കത്തുന്നുണ്ട്. കാരണം നമ്മൾ സ്വിച്ച് ഇതുപോലെ വേറെ ജോയിൻ്റായിട്ടായിരിക്കും വരുന്നത്. ഇത് കട്ട് ചെയ്താണ് നമ്മൾ സ്വിച്ചിന് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കത് കട്ട് ചെയ്തിട്ട് ഈ കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് കത്തത്തില്ല. ഇനി സ്വിച്ചിൽ അത് കണക്ട് ചെയ്യുമ്പോഴാണ് കത്തുന്നത്. ഓക്കെ, കണ്ടില്ലേ? നമുക്ക് ഇനി ഇതൊന്ന് സോൾഡർ ചെയ്യാം.
ചിലപ്പോൾ വീഡിയോ അല്പം ലെന്തിയാവും, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പെട്ടെന്ന് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഒരു സോൾഡറിങ് ഉണ്ടെങ്കിൽ സംഭവം നമുക്ക് സെറ്റപ്പ് ആക്കാം. പോസിറ്റീവ് വയറും സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. ബോർഡിലാണെങ്കിൽ നിങ്ങൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്വിച്ച് ആണെങ്കിൽ ഇത് ഫസ്റ്റ് സെക്കൻഡും ഉണ്ട്. പഴയ ട്യൂബ് ആകുമ്പോൾ ഫസ്റ്റ് ഇടുമ്പോൾ വെട്ട കുറവായിട്ട് കാണും, രണ്ടാമത്തേത് നല്ല ഫുൾ ബ്രൈറ്റിൽ കാണുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നേരത്തെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 വയർ കൊടുത്താലും മതി. ഇത് ഫംഗ്ഷനെല്ലാം ഒരുപോലെയാണ്. ഇപ്പം നമ്മൾ LED ബൾബിനകത്ത് അങ്ങനെ വെട്ടം കൂടുകയും കുറയുകയൊന്നുമില്ല, ഒരേ വെട്ടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് 2 കണക്ഷൻ കൊടുത്താൽ മതി. പിന്നെ കസ്റ്റമർക്കൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഷോർട്ട് ചെയ്തിട്ട് ഒന്നും പ്രകാശിക്കും, 2ഉം പ്രകാശിക്കും. ആ രീതിയിൽ അങ്ങ് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, നമുക്കിത് ജോയിൻ്റ് അടിക്കാം. എന്നിട്ട് നന്നായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. സോൾഡർ ചെയ്ത് ഇൻസുലേഷനോട് ചെയ്ത് കഴിയുമ്പോൾ സംഭവം സെറ്റപ്പ് ആവും. ഓക്കെ, നമ്മളപ്പം സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം വർക്കായിരിക്കും. ഓക്കെ, നമുക്ക് സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, സ്വിച്ചിന് എന്തോ പ്രോബ്ലം ഉണ്ട്, അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. അത് സ്ഥലം ക്ലീനിങ് പോലെ ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അങ്ങനെ സ്വിച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ വർക്കാണ്, സംഭവം വർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ആകെ കൊടുക്കാനുള്ളത് LED കണക്ഷനാണ്. അതിവിടെ വയറുണ്ട്. വയറില്ലെങ്കിൽ നമുക്ക് LED ഡയറക്റ്റ് വേണമെങ്കിൽ ഒരു ചെറിയ ഹോളിട്ട് വെളിയിലോട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ കണക്ഷൻ അഴിച്ചിട്ട് ബോർഡിലാണെങ്കിൽ സോൾഡർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇത് AC കറണ്ടിലൊന്ന് കൊടുത്ത് നോക്കാം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഓണാക്കിയ ശേഷം AC കറണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ LED പാനലിൻ്റെ വെട്ടം പോവുകയും ചാർജിങ് ലൈറ്റ് കത്തുകയും ചെയ്തു. നമ്മുടെ വർക്ക് ഏകദേശം തീരാറായി. ഇനി LED കണക്ഷൻ LED ബൾബിൽ വെളിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പണി തീരുകയാണ്. നമ്മൾ LED ബൾബിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് LED ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ്റെ വയറാണ്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, നമുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയും ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി. നമ്മൾ വൃത്തിയായിട്ട് ബാറ്ററി സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബോർഡ് ഇരിക്കുന്ന സൗകര്യം നോക്കി നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്കിൻ്റെ കേബിൾ ടൈ ഒക്കെ ഉപയോഗിച്ചൊന്ന് കെട്ടി റെഡിയാക്കണം. നമ്മൾ കേബിൾ ടൈ ഒക്കെ ഇട്ട് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന കേബിൾ ടൈ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വളരെ ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ എമർജൻസി നല്ല കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്, കണ്ടില്ലേ? നല്ല സ്മാർട്ടായിട്ട് ഇരിപ്പുണ്ട്, കണ്ടില്ലേ? നല്ല വെട്ടമാണ്. ഒരു 480 രൂപ മുടക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ എമർജൻസി നല്ല കുട്ടപ്പനായിട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മളതുപോലെ ഇൻഡിക്കേറ്റർ ബൾബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ ബൾബും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.